പത്തനംതിട്ടയിലെ പുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. നന്ദു ആണെങ്കിൽ അഭിയാണെങ്കിൽ ചോദ്യം ചെയ്യാം, മാറിയും തിരിഞ്ഞും ചോദിച്ചിട്ട് അവൻ കുറ്റം സമ്മതിക്കുന്നില്ല. നന്ദു ചോദിക്കുകയാണ്, സുഭാഷുമായിട്ട് നിനക്ക് എന്താ ബന്ധം? സുഭാഷിൻ്റെ സ്വർണം അനധികൃതമായി നീ വാങ്ങിച്ചിട്ട് അത് മൂർത്തി ജ്വല്ലറി വഴി വിറ്റഴിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഇല്ല എന്നാണ് അഭി പറയുന്നത്. എനിക്ക് തെളിവുണ്ടല്ലോ, നിൻ്റെ സ്വർണ്ണപ്പണിക്കാരൻ അത് സമ്മതിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടും അഭി ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നന്ദുവിനങ്ങ് ദേഷ്യം വരികയാണ്. നന്ദു എത്ര ചോദിച്ചിട്ട് ഇവൻ ഒന്നും സമ്മതിക്കുന്നില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, എന്ത് നീ പറഞ്ഞു കഴിഞ്ഞാലും എൻ്റെ കയ്യിൽ തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് അഭിയാണെങ്കിൽ കുറ്റം സമ്മതിക്കില്ല. അവസാനം കോൾ ലിസ്റ്റ് എടുത്ത് കാണിക്കുകയാണ്. ഇന്ന സമയത്ത് വിളിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അഭിയൊന്നും മിണ്ടുന്നില്ല. ഇനി നീ കള്ളം പറ, നിന്നെ ഇടിച്ച് ഞാൻ വാട്ടുമെന്ന് പറഞ്ഞ് ഇരിക്കാനൊരുങ്ങുമ്പോൾ അവർ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, എന്നോട് പൊറുക്കണേ, ഇതിൽ നിന്ന് എന്നെ എങ്ങനെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ കാരണം ഇപ്പോഴും പഴി വെക്കുന്ന ഒരാളുണ്ട് അനന്തപുരിയിൽ, എന്നിട്ട് നീ ഇന്ന് വരെ ഒരു അക്ഷരം വേണ്ടിയിട്ടുണ്ട്. എല്ലാവരും പാവ ആദർശേട്ടനെ കുറ്റപ്പെടുത്തുമ്പോഴും നീ മൗനം പാലിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. നിന്നെ ഞാൻ ഇതിൽ നിന്ന് ഉടനെ രക്ഷിച്ച് തരാം എന്നും പറഞ്ഞുകൊണ്ട് നന്ദു നിൽക്കുകയാണ്. സമയത്ത് അനന്തപുരിയിൽ കടന്ന് നവ്യാണെങ്കിൽ അങ്ങ് ബഹളം തന്നെ. ദേവേന് പറയാണ്, അവനാണെങ്കിൽ ചെയ്ത കുറ്റം വെച്ച് അവൻ എന്നെ ജയിലിലടയ്ക്കണ്ടേ, പിന്നെ അവനെ നമ്മൾ അവസരം കൊടുക്കും തോറും അവൻ കൂടുതൽ പ്രശ്നക്കാരനായിക്കൊണ്ടിരിക്കുക ആണെന്നൊക്കെ പറയുകയാണ്. ജാനകിയടുത്താണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നവ്യയും ഉണ്ട്. അങ്ങനെ ഇവരെ അവിയുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ജലജ കൊണ്ടുവന്നില്ല, ചേട്ടത്തി കൂടുതൽ അങ്ങനെ പറയണ്ട, ആദർശ് ചെയ്ത കുറ്റം അത്രയൊന്നും എൻ്റെ മോൻ ചെയ്തിട്ടില്ല. അവൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ആദർശ് ചെയ്തേക്കുന്നുണ്ട് അത്ര വലിയ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അവനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതെന്താ അങ്ങനെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നവ്യ അങ്ങോട്ട് വരികയാണ്. നവ്യം വന്ന ആളെന്നങ്ങ് ബഹളമാണ്. നിൻ്റെ അനിയത്തി വന്നവനെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഞാൻ കണ്ടായിരുന്നു, ആരും ഒരക്ഷരം പോലും മിണ്ടിയില്ല. എല്ലാവർക്കും രണ്ട് രീതിയിലാണ് ഇത്. ആദർശ് കുറ്റം ചെയ്തിട്ട് ആർക്കും ആദർശിനോട് ചോദിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നവ്യ ഭയങ്കര പ്രശ്നം. പക്ഷേ എൻ്റെ അബിയെ കൊണ്ടുപോയപ്പോൾ ആർക്കൊന്നും പറയണ്ടായിരുന്നു, എല്ലാവർക്കും സന്തോഷമായിരുന്നു. പക്ഷെ ഞാനാണെങ്കിൽ അബിയെ ഇറക്കിക്കൊണ്ട് തന്നെ വരും എന്നും പറഞ്ഞുകൊണ്ട് എന്ന കുഞ്ഞിൻ്റെ അടുത്ത് ജലജടയിൽ കൊടുക്കുകയാണ്. ഞാൻ ചോദിക്കുകയാണ്, ചേച്ചി എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ എവിടെ പോയാലും നിനക്കെന്താണ്? ട്രെയിനിന് തല വയ്ക്കുകയോ വണ്ടിയുടെ മുന്നിൽ ചാടുകയോ എന്തായാലും നിനക്കെന്തായെന്ന് ഞാൻ നവ്യ ചോദിക്കുകയാണ്. ദേവേന് പറയാണ്, മോളെ അങ്ങനൊന്നുമല്ല, നിനക്ക് നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ നവ്യൊക്കെ ചൂടായി ചെല്ലുകയാണ്, എൻ്റെ നന്മയ്ക്ക് എന്തുവാ? അബിക്കൊക്കെ വലിയ കുറ്റം ചെയ്ത് ആൻറ്റിയുടെ മോനെ കുറ്റം പറയുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം അങ്ങ് ചെല്ലിയാണ് ദേവേനയുടെ നേരെ. അപ്പോൾ ദേവേന് സത്യം പറയാനായിട്ട് ഇങ്ങനെ ഒഴുകിയപ്പോൾ എന്നെയാണ് ഒന്നും പറയില്ലെന്ന് ഇങ്ങനെ കാണിക്കുകയാണ്. കാരണം ദേവേനി ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ നവ്യ അങ്ങോട്ട് പോവുകയാണ്. നവ്യ നേരെ പോകുന്നത് സ്വന്തം വീട്ടിലേക്കാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഗോവിന്ദനും ചോദിക്കണം, നിങ്ങൾ അനന്തപുരിയിലെ കാര്യങ്ങൾ അറിഞ്ഞോ? നിങ്ങളുടെ ഇളയ മകൾ വന്ന് എൻ്റെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അവൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ഗോവിന്ദൻ ചോദിക്കണം. അവൻ അനന്തപുരിയിൽ നിന്ന് സ്വർണം അനധികൃതമായി വിറ്റഴിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ഗോവിന്ദൻ പറയുന്നത്, അവനങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താണ്? അപ്പം നിങ്ങൾ അബിയെ കുറ്റം പറയണം. ഇതിനൊക്കെ വലിയ തെറ്റ് ചെയ്ത ആദർശ് അയാൾ അവിടെ ഉണ്ടല്ലോ, അയാളെ ആരും കുറ്റം പറയുന്നില്ല, അയാൾക്കെതിരെ ഒന്നും ചെയ്യേണ്ട, എല്ലാവർക്കും അയാളുടെ സൈഡ്. അതെന്താ അങ്ങനെ എന്ന് പറയുകയാണ്. കനക പറയാണ്, എന്നാൽ ഗോവിന്ദേട്ടനും കൂടെ ചെല്ല് പോലീസ് സ്റ്റേഷൻ, എന്താണെന്നറിയാലോ എന്ന് പറയാണ്. അവർ നവ്യ പറഞ്ഞ, അച്ഛന് വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ മോള് എൻ്റെ അബിയെ വിട്ടഴിക്കുമെന്ന് അറിയാലോ എന്ന് പറയാണ്. ഗോവിന്ദൻ പറയണ, എന്നെ ഞാനും കൂടെ വരാം എന്ന് പറയണം. കനക പറയണം, നാശം പിടിച്ച ഓരോരോ പ്രശ്നങ്ങളാണല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞപ്പോഴേ നവ്യ ചോദിക്കുന്നു, അമ്മ എന്താ അങ്ങനെ പറഞ്ഞത്? ഇന്ന് വരെ ആദർശേട്ടനെ ആരും കുറ്റം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്ന് പറയണം. അപ്പോൾ കനക പറയാണ്, നീ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കില്ലേ നവ്യമോളെ, പറയിപ്പിച്ചാൽ ഞാൻ വല്ലതൊക്കെ പറഞ്ഞു പോകുമെന്നും പറഞ്ഞ് കയറി പോകണം. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നവ്യയ്ക്ക് അങ്ങ് ദേഷ്യം വരിക. അതുവാണെങ്കിൽ അബിയെ ചോദ്യം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് ഒരു പോലീസുകാരൻ എന്ന് പറയാണ്, മാഡത്തിൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട് കാണാനെന്ന് പറയാണ്. നന്ദു അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അബി ചാടി അങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ ഒരു പോലീസുകാരൻ പറയാം, ഇരിയടാന്ന് പറഞ്ഞാൽ അടി കൊടുക്കും. അപ്പം അയാളുടെ നേരെ ചൂടായി ചെന്നിട്ട് പറയാം, ഞാൻ അനന്തപുരിയിലെയാ എന്ന് പറയണം. അപ്പം അനന്തപുരിയിലെ പിള്ളേരെ ഇങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ് ആ പോലീസുകാരൻ രണ്ടിടിയും കൂടെ അബിക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ ചെന്ന ഉടനെ നവ്യയാണെങ്കിൽ അങ്ങ് പറിച്ചു തുടങ്ങി, നിനക്കൊക്കെ വലിയ കുറ്റം ചെയ്ത് കൃഷ്ണനെ ആരും ചോദ്യം ചെയ്യണ്ട, അവന് സ്വർണ്ണം മോഷ്ടിച്ചെന്ന് പറയുന്നത് അതാ ഇതാന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ അങ്ങ് നന്ദുവിൻ്റെ നേരെ ചെല്ലുകയാണ്. അപ്പം നന്ദു ആണെങ്കിൽ ഗോവിന്ദൻ്റെ അടുത്ത് പറയുന്നത്, അച്ഛാ ഇത് കള്ളക്കടത്ത് സ്വർണ്ണ കേസാണ്, ഇത് അനന്തപുരി ജ്വല്ലറി വഴി വിറ്റൊഴിച്ചു എന്നുള്ള കേസിന് തെളിവുമുണ്ട്. പിന്നെ എനിക്ക് കുടുംബവും അതുപോലെ കേസും തമ്മിൽ കൂട്ടിക്കൊഴിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് അച്ഛൻ ഉടനെ തന്നെ പോകണം എന്ന് പറയുകയാണ് നന്ദു. അപ്പോൾ ഗോവിന്ദൻ ഇത് കേട്ട ഉടനെ എണീച്ചങ്ങ് പോയി.
നവ്യാണെന്ന് എൻ്റെ അബിയെ വിട്ടയക്കണം, എൻ്റെ അബിയെ വിട്ടയക്കണം, അയാൾ അങ്ങനെ ചെയ്തിട്ട് അയാളെ വിട്ടിച്ചില്ല, ഇങ്ങനെ ഇതിലെന്ന് പറഞ്ഞിട്ട് നവ്യ ഇരിക്കുകയാണ്. ആ രണ്ടുപേരും കൂടെ അങ്ങ് പോവുകയാണ്. ആരെന്ത് പറഞ്ഞാലും ഞാൻ വിട്ടയക്കത്തില്ല എന്ന് പറഞ്ഞ് നന്ദു സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഗോവിന്ദൻ പറയണേ, നന്ദു ഇനി ആര് വന്നാൽ ഞാൻ വിട്ടയക്കത്തില്ല മോനെ, അല്ലെങ്കിൽ ഇത് വലിയ കേസാണ്, അതിനകത്ത് എനിക്ക് ഇടപെടാൻ പറ്റത്തില്ല എന്ന് പറയണം. അപ്പോഴും നവ്യ പറയാണ്, ആദർശിനൊക്കെ വലിയ കേസ് ആയിട്ട് ആരും പിടിച്ചില്ലല്ലോ, ഇച്ചിരി സ്വർണം വിറ്റ് വെച്ചെന്നും പറഞ്ഞാൽ അത് വലിയ കേസാണോ, അതാണോ ഇതാണോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗോവിന്ദൻ പറയണേ, അബി ഇല്ലെങ്കിൽ നിനക്ക് കുഴപ്പമില്ല, അനന്തപുരിക്കാർ നിന്നെയും കുഞ്ഞിനെയൊക്കെ നന്നായിട്ട് നോക്കിക്കോളും ഗോവിന്ദൻ പറയുകയാണ്. അപ്പോഴേക്കും നവ്യയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. ഭർത്താവില്ലെങ്കിലും കുഴപ്പമില്ല, അവരെല്ലാവരും നല്ലോണം നോക്കുമെന്ന് പറയുമ്പോൾ നവ്യയ്ക്കൊന്നും മനസ്സിലായില്ല. പിന്നെ പൊട്ടി ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇത്രയൊക്കെ പറയുമ്പോഴത്തേക്ക് മനസ്സിലാവേണ്ടേ അല്ലേ അവനെന്തോ ഉടായ്പ ചെയ്തിട്ടുണ്ടെന്ന്. ആർക്കും മനസ്സിലാവുന്നില്ല, ആരും പ്രതികരിക്കുന്നില്ല. ഇനി ഇതൊക്കെ കണ്ടുകൊണ്ട് അതും അങ്ങോട്ട് ചെല്ലുകയാണ്. കാരണം നന്ദുവിന് ഒന്നാമത് അച്ഛൻ വന്നതിൻ്റെ ദേഷ്യമുണ്ട്. അതിൻ്റെ അടുത്തൊന്ന് പോലീസുകാരൻ പറയാം, സാറേ സാറിൻ്റെ ചേച്ചിയുടെ ഭർത്താവല്ലേ, അതുകൊണ്ട് തന്നെ ഇത് നോക്കി കൈകാര്യം ചെയ്താൽ മതിയെന്ന് പറയണം. അപ്പോൾ നന്ദു പറയാം, താൻ തൻ്റെ കാര്യം നോക്കണം, എനിക്കറിയാം എന്താ വേണമെന്ന് ചെയ്യാമെന്നറിയാം. അങ്ങനെ നന്ദു ആണെങ്കിൽ വീണ്ടും അബിയെടുത്ത് ചെല്ലുകയാണ്. അപ്പോൾ അബിയെടുത്ത് ചെന്നിട്ട്, അച്ഛൻ നിൻ്റെ പേരിന് വക്കാലത്ത് വന്നിരിക്കുന്നു, നവ്യ ചേച്ചിയും വന്നിരിക്കുന്നത്, ഇതൊന്നും അറിയാതെ നിൻ്റെ സ്വഭാവത്തിൻ്റെ കാര്യങ്ങളൊന്നും അറിയാതെ അവർ ചേച്ചി വന്നേക്കുന്നത്, നിന്നെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേച്ചി ചിലപ്പോൾ നിന്നെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്യും. അപ്പം അതുകൊണ്ട് എനിക്ക് പറയാൻ വയ്യാത്തതുകൊണ്ട് തന്നെ ഈ കേസ് നിന്നെ ഞാൻ കൊടുക്കും എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും 5-6 ഇടി വെച്ചങ്ങ് അബിക്ക് വെക്കുകയാണ്. ഇടി കൊണ്ട് നൂരുവാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.